ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആ ഒരു സെഷനിലേക്കാണ്. അതായത് ഏതൊരു PSC പരീക്ഷയ്ക്കും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് അല്ലേ. നമുക്ക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എടുത്താൽ ചിലപ്പോൾ 20 മാർക്കായിരിക്കും, ചിലപ്പോൾ 10 മാർക്കായിരിക്കും. അത് ഓരോരോ എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും. അതും എന്താണ്, ചിലപ്പോൾ 20 മാർക്ക് നമുക്ക് വെയിറ്റേജ് കിട്ടും, അല്ലെങ്കിൽ 10 മാർക്ക് വെയിറ്റേജ്. മലയാളത്തിനോ 10 മാർക്ക് വെയിറ്റേജ്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അല്ലേ വെയിറ്റേജിൽ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ആ ഒരു 50 മാർക്ക് അല്ലെങ്കിൽ ഒരു 30 മാർക്ക് വെയിറ്റേജ് നമ്മൾ നേടിയെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ആ ഒരു സെഷൻ കണ്ടു തീർക്കുക. കാരണം എന്താണ്, ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എന്താണ്, ഒരു PYQ സെഷനിൽ നമുക്കറിയാലോ, ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് 10 ടൈപ്പാണ്. അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ 20 ടൈപ്പാണ്. അതിലെല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത് എന്ന് വിചാരിക്കരുത്. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പം നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ മാറാൻ സാധിക്കും. അപ്പോൾ മിൻറ്റ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ടിങ് ഗൈഡായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ, ദശാംശ സംഖ്യകൾ. നമ്മൾ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് എന്ത്, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ദശാംശ സംഖ്യകളിൽ നിന്നുള്ള ചോദ്യമാണിത്. എന്താണ്, 0.5 ഇൻറ്റു 0.05 ഇൻറ്റു 0.005 ഇൻറ്റു 50 ഇൻറ്റു 500. ഇതിൻ്റെ മൂല്യം കണക്കാക്കുക എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഇങ്ങനത്തെ സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നിങ്ങൾ ദശാംശ സംഖ്യകൾ ചെയ്യുമ്പോൾ അതിനെ ഭിന്നസംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഭിന്നസംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം 0.5 ആണെങ്കിൽ എന്ത് ചെയ്യുക, പോയിന്റിന് ശേഷം ഒരു നമ്പറാണ് ഉള്ളത് അല്ലേ. അതായത് 0.5. അപ്പം എന്ത് ചെയ്താൽ മതി, 5/10. ഓക്കെ, ഇനി പോയിന്റിന് ശേഷം രണ്ട് സംഖ്യ ആണല്ലോ. 0.05 എന്ന് പറഞ്ഞാൽ എന്താണ്, 5/100. പിന്നെയോ 0.005 എന്ന് പറഞ്ഞാൽ എന്താ എഴുതണം, 5/1000 ഇൻറ്റു 50 ഇൻറ്റു 500. ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ എത്ര താഴെ എത്ര പൂജ്യമുണ്ട്, 3 പൂജ്യം. അപ്പം നമുക്ക് ആ 3 പൂജ്യം ഇവിടെ ക്യാൻസൽ ചെയ്യാം. പിന്നെയോ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 അങ്ങനെയാണ് വരുന്നത് അല്ലേ. 5 5 25, 625. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം നോക്കിയേ, ഈ 100 എന്ന് പറഞ്ഞാൽ എന്താണ്, 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. 100 നമുക്ക് എന്താക്കാം, 1000 നമുക്ക് 100 ഇൻറ്റു 10 ആക്കാം. അപ്പോൾ 10 5 10 എത്ര, 10 5 എത്ര പ്രാവശ്യമാണ്, 2 പ്രാവശ്യം അല്ലേ. അതുപോലെ 5 100 എത്ര പ്രാവശ്യം പോവും, 20 പ്രാവശ്യം. വീണ്ടും 5 20 എത്ര പ്രാവശ്യം, 4 പ്രാവശ്യം അല്ലേ. പിന്നെയോ അപ്പം 25 ഡിവൈഡഡ് ബൈ 8. 25/8 അല്ലേ. മുകളിലിപ്പോൾ ഏതൊക്കെയാണ്, 5 5 10, പിന്നെ താഴെ 4 4 2. അപ്പം 25/8 ആണ്. 25/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്കറിയാം 8 3 24 അല്ലേ. അപ്പം 3 പോയിൻറ്റ് നമുക്ക് ചെയ്ത് നോക്കാം. 25/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. പിന്നെയോ 10 8 എത്ര പ്രാവശ്യം പോവും, 1 പ്രാവശ്യം. പിന്നെയോ 20 8 2 പ്രാവശ്യം അല്ലേ. 20 8 2 പ്രാവശ്യം. പിന്നെയോ 40 8 5 പ്രാവശ്യം. 3.125. മനസ്സിലായോ, ഡൗട്ട് ഉണ്ടോ എങ്ങനെയാണ് ഞാൻ ആ 3.125 എഴുതിയെന്ന്? അത് ഞാൻ നോർമൽ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോൾ 25/8 അല്ലേ കിട്ടിയത്. സോ 25നെ നമ്മൾ 8 കൊണ്ട് ഹരിക്കുന്നു. ശ്രദ്ധിക്കുക, മാത്സ് ഒരു പിടിയില്ലാത്തവരാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അപ്പം നമുക്കറിയാമല്ലോ, 3 8 ആണ് 24. അപ്പം ശിഷ്ടം എത്രയാണ്, 1. 1ൽ 8 പോവോ, ഇല്ല. അപ്പം എന്താക്കണം, ഇത് 10 ആക്കണം. അപ്പം ഇവിടെ നമ്മൾ പോയിന്റ് ചേർക്കും അല്ലേ. ഇനി 10 10ൽ 8 എത്ര പ്രാവശ്യം പോവും, 1 പ്രാവശ്യം. അപ്പം 8. ശിഷ്ടം എത്രയാണ്, 2. 2ൽ 8 പോവോ, ഇല്ല. അപ്പം 20. 20ൽ 8 എത്ര പ്രാവശ്യം പോവും,
2 പ്രാവശ്യം പോവും. 16. 16ൽ ശിഷ്ടം എത്രയാണ്? 4 അല്ലേ? 40ലോ 5 പ്രാവശ്യം. അങ്ങനെയാണ് 3.125 കിട്ടിയത്. ഇപ്പം മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം. ഉൽപ്പന്നത്തിൻ്റെ വില 50% വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഉപഭോഗ ചെലവ് അതേ നിലയിൽ നിലനിർത്താൻ അതിൻ്റെ ഉപഭോഗം എത്ര ശതമാനം കുറയ്ക്കണം? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഉൽപ്പന്നത്തിൻ്റെ വില 50% വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 100 ഉണ്ടായിരുന്നത് എന്തായി? ഇപ്പം 50 കൂടി 150 ആയി അല്ലേ? അപ്പോൾ എന്തായിരിക്കണം? ഇപ്പോൾ 1 കിലോ പഞ്ചസാരേൻ്റെ വില 100 രൂപയാണെങ്കിൽ ഇപ്പം അതിൻ്റെ വില കൂടി 50% കൂടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 കിലോ പഞ്ചസാരയുടെ വില എന്തായി? 150 ആയി അല്ലേ? ഇപ്പം 50 രൂപയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ 100 രൂപയ്ക്ക് ഷുഗർ എത്രയാണോ കിട്ടുന്നത് അതിൽ തന്നെ നിൽക്കണം. കാരണം നമുക്ക് എന്ത് ചെയ്യരുത്? ചിലവ് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 1 കിലോ പഞ്ചസാര നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു 3/4 കിലോ പഞ്ചസാരയോ അല്ലെ 1/2 കിലോ പഞ്ചസാരയോ ഒക്കെ വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ആ ഒരു ചിലവ് നമ്മൾ എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് കീപ്പ് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 50. ഇപ്പം അതിൻ്റെ വില എത്രയാണ്? 150. ഇത് തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് ആണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? അതായത് ആ ഒരു എത്ര ശതമാനം ഉപഭോഗം കുറയ്ക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കണം, നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്? പുതിയ വിലയെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 50/150 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3. അപ്പോൾ ഉപഭോഗത്തിൻ്റെ 1/3% നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ. അടുത്തത് നോക്കിയേ. എപ്പോഴും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിഗ്രിക്കാർക്കും 10th ലെവലിനും +2 ലെവലിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് ഒരു ബാഗിൽ 785 രൂപയ്ക്ക് 785 രൂപയുണ്ട്. പക്ഷേ ആ ചോദ്യം അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഒരു ബാഗിൽ 785 രൂപയ്ക്ക് 2, 5, 10 രൂപ നാണയങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ബാഗിൽ 2 രൂപ കോയിൻസും 5 രൂപ കോയിൻസും 10 രൂപ കോയിൻസും ആണുള്ളത്. ആ ബാഗിലുള്ള മുഴുവൻ തുകയും എന്ന് പറയുന്നതാണ് 785 രൂപ. ഇനി എന്താണ്? നാണയങ്ങൾ 6:9:10 എന്ന അനുപാതത്തിലാണ്. ബാഗിൽ 5 രൂപയുടെ എത്ര നാണയങ്ങളുണ്ട്? ഇതാണ് ചോദ്യം. അപ്പം ബാഗിലുള്ള തുക എന്ന് പറയുന്നത് എത്രയാണ്? 785 രൂപ. ഇനി ആ ബാഗിൽ 2 രൂപ നോട്ട് അല്ല മീൻസ് 2 രൂപ കോയിനും 5 രൂപ കോയിനും 10 രൂപ കോയിനുമാണല്ലോ ഉള്ളത്. ഇനി ഈ നാണയങ്ങളുടെ റേഷ്യോ എങ്ങനെയാണ്? 6:9:10. അതായത് 2, 5, 10. അപ്പോൾ 2 രൂപ കോയിൻ 6 ആകുമ്പോൾ എത്ര രൂപയാവും? 12 രൂപ. 5 രൂപ കോയിൻസ് 9 45. 10 രൂപ കോയിൻസ് 10 ഉണ്ടെങ്കിൽ 100 രൂപ അല്ലേ? അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 145ഉം 10ഉം 155ഉം 2ഉം 157 രൂപയാണ് എന്തുള്ളത്? ഈ ഒരു റേഷ്യോ പ്രകാരം കോയിൻസ് എന്ന് പറയുന്നത് 157 രൂപയാണ്. അതായത് എന്താണ്? 2 രൂപയുടെ 6 കോയിനും 5 രൂപയുടെ 9 കോയിനും 10 രൂപയുടെ 10 കോയിനും ഉൾപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണ്? 157. ആ ഒരു റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 785നെ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 157. ഇനി എന്താണ്? 5 രൂപയുടെ റേഷ്യോ എത്രയാണ്? 9. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 രൂപയ്ക്ക് എത്ര കോയിൻസ് ഉണ്ട് എന്നാണ് അത് കണക്കാക്കുന്നത്. അപ്പം 157 785 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും അല്ലേ? 7 5 35. പിന്നെയോ 5 5 25ഉം 3ഉം 28. 1 5 5ഉം 2ഉം 7. കറക്റ്റാ. അപ്പം 45 എന്തുണ്ട്? 5 രൂപ കോയിൻസുകളാണ് ഈ ഒരു ബാഗിൽ അടങ്ങിയിരിക്കുന്നത്. 45 എണ്ണം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നോക്കിയേ. 3 സ്ക്വയർ ഇൻറ്റു 3⁻⁻4 ഇൻറ്റു 3⁻5 തുല്യമായത് അല്ലെ തുല്യമാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയേ. ഇത് a⁻m ഇൻറ്റു a⁻n ഇൻറ്റു a⁻o. അങ്ങനെയാണെങ്കിൽ എന്താണ്? m+n+o എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? 3 സ്ക്വയർ പിന്നെയോ 3⁻⁻4 ഇൻറ്റു 3⁻5 അല്ലേ? അപ്പം എന്ത് ചെയ്യുക? 3⁻2 -4 +5
അപ്പോൾ എത്രയാണ് 7 4 3 ക്യൂബ് 3 ക്യൂബാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. കാരണം എന്താണ്, 2ന്ന് -4 കുറച്ചാൽ -2, 2ന്നും -4 തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ എന്താ ആൻസർ വരിക, -2. -2ഉം +5ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, +3 കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്, 3 ക്യൂബാണ്, ഓപ്ഷൻ എ. താഴെ നൽകിയിരിക്കുന്ന സംഖ്യാ പാറ്റേണിൽ വിട്ടുപോയ പദം കണ്ടുപിടിക്കുക. താഴെ തന്നിരിക്കുന്ന സംഖ്യാ പാറ്റേണിൽ വിട്ടുപോയ 5 കഴിഞ്ഞു, പിന്നെ 13, പിന്നെ 29, അത് കഴിഞ്ഞിട്ട് ഡാഷ് അല്ലേ, പിന്നെ 125. നമുക്ക് നോക്കാം. 5 2 10, 10 3 13. ഓക്കെ, ഇനി അടുത്തത് 13 2 26, 26 3 29. അപ്പോൾ 29 × 2 എത്രയാണ്, 58, 58 3 61. സോ ആൻസർ എന്താണ്, 61. ഇനി അത് ശരിയാണോ എന്നറിയാൻ ചെക്ക് ചെയ്താൽ മതി. 61 × 2 എത്രയാണ്, 122. അതിൻ്റെ കൂടെ 3 കൂട്ടിയാൽ 125 അല്ലേ. ആ ഒരു പാറ്റേൺ അല്ലേ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമല്ലേ. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. ഇനി നോക്കുക, ഒരു പ്രത്യേക കോഡിൽ ഫാൻഡ FANTA LGTZG. അപ്പം ഇതാണ് എന്ത്, ഇത് കോഡിങ് ആൻഡ് ഡിക്കോഡിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഫാൻറ്റ എന്ന് പറയുന്നതിനെ കോഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് ക്രിക്കറ്റാണ്, CRICKET, അതിനെയാണ് കോഡ് ചെയ്യേണ്ടത്. നോക്കിയേ, 6 12 1 7 14 20 20 26 1 7. അപ്പം എന്താണ്, എല്ലാത്തിനും എന്ത് ചെയ്തു, +6 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം 3 6 9, 9ാമത്തെ ലെറ്റർ I. 18 18 6 24, എന്താണ് X. 9 6 15, 15ാമത്തെ ലെറ്റർ O. 3 6 9 I. 11 6 17 Q. 5 6 11 K. 20 6 26. അപ്പം എന്താണ് IXOIQKZ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് ഇവിടെ എന്താണ്, കുറേ സമയമില്ല, നമ്മുടെ കയ്യിൽ ഒരു നിശ്ചിത സമയമാണുള്ളത്. ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു പരീക്ഷ എഴുതി തീർക്കാൻ. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം നമുക്കറിയാവുന്ന ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു പരീക്ഷയെ ഫേസ് ചെയ്യാൻ. ഇപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇല്ലെങ്കിൽ അത് മറന്നുപോകും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഷോർട്ട് കട്ട് ഇങ്ങനെയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യും, പിന്നീട് നമ്മൾ നോർമൽ മെത്തേഡിലേക്ക് വരും. അപ്പോൾ ഏതിലാണോ നിങ്ങൾ കൺവീനിയൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അടുത്തത്, പങ്കജ് രാജേഷിൻ്റെയും സ്വപ്നയുടെയും മകനാണ്. അപ്പോൾ രാജേഷും സ്വപ്നയും എന്താണ്, കപ്പിൾസാണ്. അവരുടെ മകനാണ് പങ്കജ്. അതേസമയം ദീപ പ്രകാശിൻ്റെയും സ്വപ്നയുടെയും അമ്മയായ, അതേസമയം ദീപ പ്രകാശിൻ്റെയും സ്വപ്നയുടെയും അമ്മയായ ഷീലയുടെ ചെറുമകളാണ്. അപ്പം നമുക്കിവിടുന്ന് ആരെ കിട്ടി, ഷീല ഇവരുടെ രണ്ടാളുടെ, അതായത് സ്വപ്നയുടെയും പ്രകാശിൻ്റെയും അമ്മയാണെന്ന് മനസ്സിലായി. ഏക ചെറുമകളാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയുള്ളൂ. പ്രകാശ് അവിവാഹിതനാണ്, രാജേഷിൻ്റെ ഭാര്യയുടെ സഹോദരനുമാണെങ്കിൽ പങ്കജും ദീപയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പ്രകാശ് വിവാഹം കഴിച്ചിട്ടില്ല, വിവാഹം കഴിച്ചത് സ്വപ്നയാണ്. അപ്പോൾ സ്വപ്നയുടെ മോളാണ് ആര്, ദീപ. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചത്, പങ്കജും ദീപയും തമ്മിലുള്ള ബന്ധം എന്താണ്. അപ്പോൾ ദീപയുടെ സഹോദരനല്ലേ പങ്കജ്, അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി, സഹോദരൻ. അടുത്തത് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സമയവും ദൂരവും എന്ന് പറയുന്ന ചാപ്റ്റർ. 400 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി എതിർദിശയിൽ നിന്ന് ഒരു സമാന്തര പാതയിലൂടെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയെ മറികടക്കാൻ 15 സെക്കൻഡ് എടുക്കും. നീളമുള്ള തീവണ്ടിയുടെ വേഗത മണിക്കൂറിൽ എത്രയാണ്? ഇവിടെ നമുക്ക് 2 തീവണ്ടി ഉണ്ട്. അങ്ങനെ ആയതുകൊണ്ടാണല്ലോ നമുക്ക് ഒരു എതിർദിശയിൽ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്.
അപ്പോൾ അതിൽ ഒരു തീവണ്ടിയുടെ നീളം 400 മീറ്റർ. ഇത് നമുക്കറിയില്ല. പിന്നെയോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വേഗത. ഇവിടെ അടുത്ത തീവണ്ടിയുടെ നീളം തന്നിട്ടുണ്ട്, 300 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തീവണ്ടിയുടെ നീളം എന്ന് പറയുന്നത് 400-ഉം മറ്റേ തീവണ്ടിയുടെ നീളം എന്ന് പറയുന്നത് 300 മീറ്ററുമാണ്. ഇനി എന്താണ്? അത് ഒരു സമാന്തര പാതയിൽ എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനെ എതിർ ദിശയിലാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നിരിക്കുന്ന വേഗതകൾ തമ്മിൽ കൂട്ടണം. കാരണം എന്താണ്? അവിടെ തീവണ്ടികളുടെ അകലം കൂടി കൂടി വരും അല്ലേ? കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ അപ്പോൾ എന്താണ്? വേഗത കൂടി കൂടി വരും. ഇനി ഒരേ ദിശയിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വേഗത, അതായത് വേഗതകൾ തൻ്റെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്, വ്യത്യാസമാണ് എടുക്കേണ്ടത്. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇപ്പം രണ്ട് തീവണ്ടികൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വേഗതയുടെ വ്യത്യാസം, രണ്ട് വേഗതകളും തമ്മിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഡിഫറൻസ് കാണണം. ഇനി എതിർ ദിശയിലേക്കാണ് തീവണ്ടികൾ പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? വേഗതകൾ തമ്മിൽ കൂട്ടണം. അപ്പോൾ ഇവിടെ എതിർ ദിശയിലായതുകൊണ്ട് വേഗതകൾ തമ്മിൽ കൂട്ടണം. അപ്പം ഇവിടെ ഒരു തീവണ്ടിയുടെ വേഗത 60 km/h അല്ലേ? അടുത്ത തീവണ്ടിയുടെ വേഗത നമുക്കറിയില്ല. അപ്പോൾ 60 + x. km/h നമ്മൾ മീറ്റർ/ഹവറിലേക്ക് മാറ്റാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഞാനത് ചെയ്യാണ്. ഇപ്പം എന്ത് ചെയ്യുക? 5/18 അല്ലേ? ഇനി അടുത്തത് എന്താണ്? ഇവിടെ നമുക്ക് രണ്ട് തീവണ്ടിയുടെ ഡിസ്റ്റൻസ് തന്നല്ലോ, നീളം തന്നല്ലോ. അതായിരിക്കണം നമ്മൾ എന്തായിട്ട് കണക്കാക്കേണ്ടത്? ദൂരമായിട്ട് കണക്കാക്കേണ്ടത്. അപ്പം 300 400 കൂട്ടിയാൽ 700 മീറ്റർ. ഇനി ഇത് തമ്മിൽ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതായത് ഒരു തീവണ്ടി മറ്റേ തീവണ്ടിയെ മറികടക്കാൻ എടുക്കുന്ന സമയം 15 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക? 60 + x എന്ന് പറയുന്നത് എന്താണ്? 700/15 × 18/5 അല്ലേ? അപ്പം നമുക്ക് 5 100 എത്ര പ്രാവശ്യം പോവും? 20 പ്രാവശ്യം പോവും. പിന്നെയോ ഇപ്പം നമുക്ക് എത്ര കിട്ടിയത്? 15 സെക്കൻഡ് അല്ലേ? അത് നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം നമുക്ക് 700-ന് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും 7 × 100/3 × 5 അങ്ങനെ ചെയ്യുമ്പോൾ എന്തായി? ഇവിടെ 20 അല്ലേ? അപ്പം 140/3 കിട്ടിയല്ലോ. അപ്പോൾ അതെന്തായി? അപ്പോൾ എറർ സംഭവിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. 140/3 പിന്നെയോ ഇൻറ്റു 18/5. ഇപ്പം നോക്കിയേ, 6 10-ലോ 10-ൽ 2 അപ്പം 12 × 14. 12 × 14 എത്രയാണ്? ഈ ഒരു സ്പേസ് കുറവായത് കൊണ്ടാണ് ഞാനത് മയച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. 12 × 14 അപ്പോൾ എത്രയാണ്? 4 2 8, 2 4 6, പിന്നെയോ 1 2 1 × 1 1. അപ്പം 168 ഉള്ളത് അല്ലേ? അപ്പം എക്സ് എന്താണ്? 168-ന്ന് 60 കുറയ്ക്കുക. അപ്പം എത്രയായി? 108. അപ്പം വേഗത എത്രയാണ്? 108. ഇപ്പം എന്താണ്? ഇപ്പം എന്തിലാണ് ഉള്ളത്? നമ്മൾ എല്ലാത്തിനെയും നമ്മൾ എന്തിലേക്ക് മാറ്റി? മീറ്ററിലും സെക്കൻഡിലേക്കും മാറ്റി. അപ്പം 108 മീറ്റർ/സെക്കൻഡ് ആണുള്ളത്. ഓക്കെ. അപ്പം നീളമുള്ള തീവണ്ടിയുടെ വേഗത മണിക്കൂറിൽ എത്രയാണ് എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്ക് സെക്കൻഡിലായിട്ടത്. ഇനി കിട്ടിയിരിക്കുന്ന ഉത്തരത്തിന് നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഈ 108 മീറ്റർ/സെക്കൻഡിന് നമ്മൾ എന്തിലേക്ക് മാറ്റണം? km/h മാറ്റണം. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ 108 ഇൻറ്റു എന്ത് വരണം? 18/5 വരണം അല്ലേ? അപ്പം എന്താണ്? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്താണ്? 108 × 36 ചെയ്യുക. 108 × 36. 108 × 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 8 48, 3 8 24. അപ്പം എത്ര? 24 4 28 2 അല്ലേ? പിന്നെയോ 1 6 6 8 3. അപ്പം ആൻസർ എന്താണ്? 388.8 km/h വേഗതയിലാണ് ആ ട്രെയിൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ തെറ്റാണ്. കാരണം നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഈ 108 എന്ന് പറയുന്നത് തീവണ്ടിയുടെ വേഗത മണിക്കൂറിൽ എത്രയാണെന്നാണല്ലോ ചോദിച്ചത്. സോ നമുക്ക് എന്ത് ചെയ്യരുത്? 108 km/h അല്ല,
388.8 km/h ആണ് ആൻസർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിൻ്റെ യൂണിറ്റ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. നമുക്ക് തന്നിരിക്കുന്ന, അതായത് നമ്മൾ ഇത് ആൻസറിലേക്ക് എത്തുമ്പം കിട്ടിയിരിക്കുന്ന വാല്യൂ മീറ്റർ/സെക്കൻഡ്സിലാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചോദിച്ച ചോദ്യത്തിലേക്ക് മണിക്കൂറിലാണ്, അപ്പോൾ അത് km/h വേഗതയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ് കേട്ടോ. അടുത്തത് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കലണ്ടർ റിലേറ്റഡ് അല്ലേ. അപ്പോൾ ഇത് നോക്കിയേ, 2006 ജനുവരി 1 ഞായർ അല്ലേ, സൺഡേ. അങ്ങനെയാണെങ്കിൽ 2010, അപ്പം 2006 ജനുവരി 1 എന്തായിരിക്കും? മൺഡേ. കാരണം 2006 എന്തല്ല, 2006 അല്ല, 2007 എന്തല്ല, ലീപ്പ് ഇയർ അല്ല, അതിവർഷമല്ല. പക്ഷെ 2008 ജനുവരി 1 ആ സമയമാകുമ്പോഴേക്കും നമുക്ക് 365 366 ദിവസമായില്ല. അതുകൊണ്ട് ഇവിടെ എന്തായി? 1 ട്യൂസ്ഡേ അല്ലേ. പക്ഷേ 2009 എന്തായി? ജനുവരി 1 എന്ന് വരും? കാരണം 2008 ഫെബ്രുവരി കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? 2009 ജനുവരി വരുന്നത്. അപ്പോൾ ട്യൂസ്ഡേ കഴിഞ്ഞ് വെനസ്ഡേയും കഴിഞ്ഞ് തേഴ്സ്ഡേ എത്തി, ഇവിടെ തേഴ്സ്ഡേ എത്തി. ഇനിയോ 2010 ജനുവരി 1 എന്ന് പറയുമ്പോൾ എന്തായി? തേഴ്സ്ഡേ മാറി ഫ്രൈഡേ ആയി അല്ലേ. അപ്പോൾ ഒന്ന് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 2008 2009 അങ്ങനെ എഴുതാം. അപ്പോൾ എന്താണ്? 2006 അല്ലേ, 2006 to 2007 1, പിന്നെയോ 2007 to 2008 1, 2008 to 2009 2, 2009 to 2010 1. നോക്കിയേ, 2 2 4 1 5. അപ്പോൾ ഞായർ കഴിഞ്ഞ് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. അപ്പോൾ റൈറ്റ് ആൻസർ എന്താണ്? വെള്ളി. ഇനി അടുത്തത്, ശരിയായ അക്ഷര വിന്യാസമുള്ള വാക്ക് തിരഞ്ഞെടുക്കുക. കമ്പാഷനേറ്റ്, എല്ലാത്തിനും കമ്പാഷനേറ്റ് ആണ്. പക്ഷെ ഇതിലെ റൈറ്റ് ആൻസർ എന്താണ്? കംപാഷിനേറ്റ് അല്ലേ, ഇതല്ലേ റൈറ്റ് ആൻസർ. സോ COMPASSIONATE ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ എന്താണത്? ഓപ്ഷൻ എ ആണ്. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തല്ലോ. അപ്പം നമ്മൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ക്രാഷ് ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട്. അതായത് 60 ദിവസത്തെ അൺസ്റ്റോപ്പബിൾ ബാച്ചാണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ നമുക്ക് പഠിക്കാം. കാരണം പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്യിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒട്ടും വൈകിക്കേണ്ട, നമ്മുടെ മുന്നിൽ ഏകദേശം ഒരു 50 ദിവസം മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്കുള്ളൂ എന്നുള്ള ബോധ്യത്തോടു കൂടി നിങ്ങൾ ഇരിക്കുക. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഹെൽപ്പിംഗ് ആയിട്ട് കൂടെ ഉണ്ടാവും. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏത് സെഷൻസ് ആണെങ്കിലും നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. മിൻറ്റ് എപ്പോഴും ഒരു സപ്പോർട്ടിങ് ഗൈഡായിട്ട് കൂടെ ഉണ്ടാവും. അപ്പം മികച്ച പഠനം മിൻറ്റിനോടൊപ്പം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.